ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങളിൽ ഇടപെട്ടിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണത്. എല്ലാ കാലത്തും അക്രമ സംഭവങ്ങളാണ്, എല്ലാ കാലത്തും. അവരതിനു വേണ്ടിയിട്ടാണ് അവരെന്നും ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കാണ് അറിയില്ലാത്തത്? അവർ ക്യാമ്പസിൽ മേധാവിത്വമുള്ള ഏതെങ്കിലും ക്യാമ്പസിൽ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കും. ഇപ്പം ഞങ്ങളുടെ കാര്യം പോട്ടെ, ASFിന് അനുവദിക്കാറുണ്ടോ? ASFിൻ്റെ വനിതാ നേതാവിനെ ക്രൂരമായി ആക്രമിക്കുകയും ചെവി പൊട്ടിപ്പോകുന്ന തെറി വിളിക്കുകയും ചെയ്ത ആളാണ് പിന്നെ SFI സെക്രട്ടറി ആയിട്ട് പ്രൊമോഷൻ കൊടുത്തത്. നിങ്ങൾ ഓരോ സംഭവങ്ങൾ നോക്കൂ. എത്ര ASF പ്രവർത്തകർക്കാണ് ASF യൂണിറ്റ് എല്ലായിടത്തും എല്ലാം SFIക്കാരെ അവരെ ആക്രമിക്കും. മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല. എല്ലാ സ്ഥലങ്ങളിലും അധ്യാപകർ അവർക്ക് കീഴടങ്ങി നടത്തണം. അല്ലാത്ത അധ്യാപകർക്കെതിരായിട്ട് അവർ ബഹളം ഉണ്ടാക്കും. അവരുടെ അതേ അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകർക്ക് പോലും അവർക്ക് വിധേയരായി ജീവിച്ചില്ലെങ്കിൽ അവർ എത്ര അധ്യാപകരെയാണ് അവരിപ്പോൾ ആക്രമിക്കുന്നത്? കൊയിലാണ്ടിയിലുണ്ടായ സംഭവം ആദ്യത്തെ സംഭവമല്ലല്ലോ, ലോ കോളേജിലുണ്ടായില്ലേ? ലോ കോളേജിൽ അധ്യാപികമാരെ 16 അധ്യാപികമാരുൾപ്പെടെയുള്ള 21 വരെ പൂട്ടിയിട്ടില്ലേ? ലൈറ്റ് ഓഫ് ചെയ്തില്ലേ? ഇരുണ്ട മുറിയിലാക്കിയില്ലേ? പുറത്തിറങ്ങാൻ നോക്കിയ അധ്യാപികയുടെ കൈ പിരിച്ച് തിരിച്ചില്ലേ? എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളുടെ സംഘമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, CPMൻ്റെ നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്ത ഗുണ്ടാ സംഘമാണിത്. അവരുടെ സർവനാശത്തിനാണ് ഈ ഗുണ്ടാപ്പട ഉണ്ടാക്കുന്നത്. അവരുടെ സർവനാശം അത് മുഖ്യമന്ത്രി എന്നിട്ടും ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. ഈ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം ഉണ്ടായി കഴിയുമ്പോഴെങ്കിലും CPMും ഗവൺമെൻറ്റും ഇവരെ നിയന്ത്രിക്കണ്ടേ? ഇവർ വീണ്ടും ഇതുപോലത്തെ സംഭവങ്ങൾ കേരളത്തിൽ ഉടനീളം ഉണ്ടാവുകയാണ്. വീണ്ടും കോഴിക്കോട് നിന്ന് വേറൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലേ? സിദ്ധാർത്ഥിൻ്റെ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് ഒരു ഇരുണ്ട വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ക്യാമ്പസുകൾ മുഴുവൻ കുരുതിക്കളങ്ങളായി മാറുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. എനിക്കറിയില്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. എനിക്കറിയില്ല. അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ പറഞ്ഞു? എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴേ ഇങ്ങനെ അറിയണം. അന്വേഷിക്കാൻ നമുക്ക് എന്താണ്? കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. യൂത്ത് കോൺഗ്രസ്സുകാരൊന്നും അല്ലല്ലോ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. യൂത്ത് കോൺഗ്രസ്സുകാരൊന്നും അല്ലല്ലോ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഭാരവാഹികളാണോ അറസ്റ്റ് ചെയ്യപ്പെട്ടത്? അല്ലല്ലോ. ഞങ്ങൾക്ക് യാതൊരു ബന്ധവും അതുമില്ല. ഞങ്ങൾ അന്ന് തന്നെ പറയാം, പാർട്ടിക്ക് യാതൊരു ബന്ധവും അതുമായിട്ട്. അത് KPCC ഓഫീസ് CPM പ്രവർത്തകർ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതെന്നുള്ളൊരു കേസാണ്. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. അപ്പം ഞങ്ങളുടെ പാർട്ടി പരിപാടിക്കൊന്നും പോകാറില്ല. ഞങ്ങളുടെ പാർട്ടി പരിപാടിക്കൊക്കെ പോയിരുന്നെങ്കിൽ എന്തായാലും ഞങ്ങൾ ഇതിനൊന്നും പോകുന്ന ആൾക്കാർ അതിനൊന്നും ഒരാൾ പ്രോത്സാഹിപ്പിക്കില്ല. അല്ല അത് ചെയ്തത് എന്താണെന്ന് പോലീസ് അന്വേഷിച്ചിട്ട് പറയട്ടെ. ഞങ്ങളാരും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയില്ല. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആര് ഇത്തരം കാര്യങ്ങൾ തെറ്റ് ചെയ്താലും ഞങ്ങൾ അവരെ നിലനിർത്താറുമില്ല. അപ്പം ഞങ്ങൾ ആക്ഷൻ എടുക്കും.